14 ചോദ്യങ്ങളാണ് രാഷ്ട്രപതി സുപ്രീം കോടതിയോട് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം തന്നെ ഏറെ പ്രസക്തമാണ്. ഗവർണർക്ക് മുന്നിൽ ഒരു ബില്ല് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഭരണഘടനാപരമായ സാധ്യതകൾ എന്തൊക്കെ എന്നാണ് ആ ചോദ്യം. ഗവർണർക്ക് മുന്നിൽ ഭരണഘടനാപരമായി 3 സാധ്യതകളാണുള്ളത്. അതിൽ ഒന്ന്, ഈ ബില്ല് ഒപ്പിടാം. രണ്ടാമത്തേത്, ബില്ല് തിരിച്ചയക്കാം. തിരിച്ചയച്ച ബില്ല് വീണ്ടും നിയമസഭ പാസാക്കിയാൽ ഒപ്പിട്ട് നൽകണം. മൂന്നാമത്തേത്, രാഷ്ട്രപതിക്ക് അയക്കാം എന്നുള്ളതാണ്. ഈ 3 സാധ്യതകളല്ലാതെ ഇത്ര സമയത്തിനുള്ളിൽ നൽകണം എന്ന് ഭരണഘടന പറയുന്നുണ്ടോ എന്നാണ് വ്യംഗ്യാർത്ഥത്തിലുള്ള ചോദ്യം. മന്ത്രിസഭയുടെ ഉപദേശം നടപ്പാക്കാൻ ഗവർണർക്ക് ബാധ്യതയുണ്ടോ എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. ഭരണഘടന നൽകുന്ന വിവേചനാധികാരം ഗവർണർ ഉപയോഗിക്കുന്നത് ന്യായമല്ലേ എന്നാണ് മൂന്നാമത്തെ ചോദ്യം. ഗവർണർ സ്വീകരിക്കുന്ന നടപടികൾ പരിശോധിക്കാൻ 361 അനുച്ഛേദം അനുസരിച്ച് കോടതിക്ക് വിലക്കില്ലേ? ഗവർണറെ കോടതിക്ക് തിരുത്താനാവില്ല എന്ന് പറയാതെ പറയുകയാണ് ഈ ചോദ്യം. ബില്ലുകൾ തീർപ്പാക്കാൻ ഭരണഘടനാപരമായി ഒരു സമയം നിശ്ചയിക്കാത്ത സ്ഥിതിക്ക് കോടതിക്ക് അങ്ങനെ ഒരു സമയം നിശ്ചയിക്കാൻ കഴിയുമോ? അഞ്ചാമത്തെ ഈ ചോദ്യമാണ് ഇപ്പോഴത്തെ എല്ലാ വിവാദങ്ങളുടെയും കാതൽ. ഭരണഘടന ഒരു സമയം നിശ്ചയിക്കാത്ത സ്ഥിതിക്ക് കോടതി നിശ്ചയിക്കുന്നത് ജുഡീഷ്യൽ ആക്ടിവിസം അല്ലേ എന്നാണ് വ്യംഗ്യം. ഇതേ ചോദ്യം തന്നെയാണ് കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ സുപ്രീം കോടതി വിധി വന്നപ്പോഴും ചോദിച്ചത്.